ഇത് ഒരു വീഡിയോ ആക്കി ഇന്നൊരു വീഡിയോ ചെയ്യാമെന്നും പറഞ്ഞിടുവാണെങ്കിൽ എനിക്കറിയാവുന്ന ഒരു ഓൾമോസ്റ്റ് എല്ലാ ചാനലിലും എൻ്റെ കുറേ ക്ലിപ്പ് ബൈറ്റ് ഇട്ട് എൻ്റെ തമ്മിലോട്ട് എനിക്ക് കോപ്പിറൈറ്റ് നല്ല സുഖസുന്ദരമായിട്ട് കൊടുക്കാം. ഞാനത് കൊടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എന്നെ കാരണം നിങ്ങളുടെ അന്നം മുട്ടരുതെന്ന് കരുതിയിട്ടാണ്. പക്ഷെ എന്നെ കൊണ്ടത് ചെയ്യിച്ചേ അടങ്ങുമെന്നാണെങ്കിൽ ഞാൻ ചെയ്യും. ഇനിയും എന്നെ വിറ്റ് തിന്നാൻ നിൽക്കരുത്. ഞാൻ എൻ്റെ എനിക്കറിയാം ഇത് സോഷ്യൽ മീഡിയ ആണ്, ഇപ്പം ഞാൻ നാളെ അവരുടെ കണ്ടൻ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് മക്കളെ. എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലുന്നതിനും തിന്നുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ മനുഷ്യൻ്റെ സമനില തെറ്റും, മനുഷ്യൻ്റെ ക്ഷമ നശിക്കും. അത് കഴിയുമ്പം ആൾക്കാർ റിയാക്ട് ചെയ്ത് തുടങ്ങും, അങ്ങേയറ്റം റിയാക്ട് ചെയ്ത് തുടങ്ങും. ഇപ്പം ഈ പറയുന്ന ഇപ്പം ഇത്രയും നാൾ ഞാൻ ഇല്ലാതിരുന്നപ്പോൾ കുറേ വീഡിയോ ആയിട്ട് വന്നിരുന്ന കുറേ സൽഗുണ സമ്പന്നന്മാരുണ്ട്. പിന്നെ ബാക്കിൽ കൂടെ കളിച്ച എനിക്ക് കുറേ പേരുണ്ട്. അപ്പം അവർ ഇനി എന്തെങ്കിലും ഡയലോഗുമായിട്ട് വന്നാൽ എനിക്കത് എങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പറയണം, ഏതൊക്കെ രീതിയിൽ ഇവരുടെയൊക്കെ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നല്ല എനിക്കറിയാം. എന്ത് സത്യമെന്നുള്ളത് ഞാൻ പബ്ലിക്കായിട്ട് എടുത്തിട്ട് കൊടുക്കും. നിങ്ങളവിടെ റിവീലായി നിങ്ങളെ ഇതൊക്കെ തിരിച്ചു കിട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഞാനിത് താങ്ങിയ പോലെ നിങ്ങൾ താങ്ങണമെന്ന് വരില്ല. അഭിമാനത്തോടെ പറയാം, ഞാനിത് താങ്ങിയതുപോലെ നിങ്ങളിത് താങ്ങിന്ന് വരില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ പച്ചിറച്ചി തിന്നുന്ന പരിപാടി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം എനിക്ക് വേറൊന്നും പറയാനില്ല. പല ന്യൂസുകൾ കേട്ടിട്ടും എന്നെ വിശ്വസിച്ചവരോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഫാമിലിയെ വരെ യൂട്ടിലൈസ് ചെയ്ത കുറച്ച് പേരുണ്ട്. ഞാൻ വിശ്വസിച്ച് പോയി യൂട്ടിലൈസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് വിശ്വസിച്ചവർ എന്നെ ചതിച്ചവരുണ്ട്. അവരോടൊക്കെ ഞാനൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. അതിനൊക്കെ അള്ള ചോദിച്ചോളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ഫാമിലിയെ കൊണ്ട് പല രീതിയിലും വീഡിയോ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയാതെ അവരുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പം പറ്റിപ്പോയിട്ടുണ്ട്. സൈബർ ബുള്ളിങ്ങിൽ എനിക്ക് വിഷമമൊന്നുമില്ല. കൂടെ നിന്ന് ചതിച്ച കുറച്ച് ആൾക്കാരെ ഓർത്തിട്ട് മാത്രമേ സങ്കടമുള്ളൂ. കൂടെ നിന്ന് പൈസയ്ക്ക് വേണ്ടി ഒറ്റുകൊടുത്തതും അല്ലെങ്കിൽ വിൽക്കാൻ കൂട്ടുനിന്നവരും സോഷ്യൽ മീഡിയ വഴി കേട്ടോ, അതിലൊക്കെ വിഷമമുള്ളൂ. പിന്നെ ഇല്ലാത്തതും കൊല്ലാത്തതും പറഞ്ഞുണ്ടാക്കിയതിലും അതിലൊക്കെയുള്ള വിഷമം. പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് പലരെയും കൊണ്ട് പലതും പറയിച്ചവരുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു സങ്കടം എനിക്കുള്ളൂ. ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്നവർ ചെയ്തതിൽ എനിക്ക് വിഷമമുള്ളൂ. അല്ലാതെ സൈബർ ബുള്ളിങ്ങും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ഇപ്പം ഞാൻ ഓക്കെയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇനി എന്നെ കൊണ്ടൊരു വീഡിയോ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പലരുടെയും കടമ. അപ്പം ഞാനത് ചെയ്തു തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല. സോ അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. പിന്നെ എൻ്റെ വീട്ടുകാർ അവർക്ക് അറിയാത്തതുകൊണ്ട് ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് അവർ ഒരുപാട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവൻ എന്നെ കുറേ എന്താ പറയുക മാക്സിമം ചെയ്യാവുന്നതിൻ്റെ അത്രയും ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്കറിയില്ല കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്, ഏതൊക്കെ എടുത്ത് പറയണം അല്ലെങ്കിൽ എന്തൊക്കെ പറയണം എന്ന് അറിഞ്ഞുകൂടാ. പറഞ്ഞാൽ തീരത്തില്ല, അത്രയ്ക്കും കിടപ്പുണ്ട്. അപ്പം ഞാൻ എല്ലാം വിടുകയാണ്. പലതും ഞാൻ ചിലപ്പം വിട്ടുപോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാകും. പക്ഷേ എന്ത് തേങ്ങയാണെങ്കിലും ഞാൻ എല്ലാം വിട്ട് ഞാൻ പോവുകയാണ്. കാരണം ഇനി എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം, എനിക്ക് കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കുറേ നല്ല മനുഷ്യരോടാണ് പറയുന്നത്, ഇവിടെ നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമില്ല, ഞാനിനി ഇറങ്ങി ഞാനിവിടെ തുടങ്ങണമെന്നാണെങ്കിൽ ഞാൻ തുടങ്ങും. എനിക്കൊരു മടിയില്ല. ഇതേപോലെ ഞുക്ക് ന്യായങ്ങളുമായിട്ടൊന്നും ആയിരിക്കത്തില്ല ഞാൻ വരുന്നത്. അടിപൊളി സാധനങ്ങളുമായിട്ട് ഞാൻ വരും. ഇതേപോലത്തെ ഈ അവൻ്റെ റെക്കോർഡ് എടുത്ത് ഞാൻ ഇത്ര രൂപയ്ക്ക് വിറ്റു, ഇല്ലെങ്കിൽ ഇവൻ്റെ റെക്കോർഡ് എടുത്ത് അത്ര രൂപയ്ക്ക് വിറ്റു, അല്ലാതെ വോയിസ് മാഫിയ തേങ്ങ അതൊന്നുമല്ല മക്കളെ. ശരിക്കുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇറങ്ങും. ഞാൻ ഇറങ്ങിയാൽ എന്നെ ഇട്ടത് തീപ്പെട്ടി കത്തിച്ചാണ് എന്നെ ഇട്ടെങ്കിൽ നമ്മുടെ സിജോ കുട്ടൻ്റെയൊക്കെ ഭാഷയെ പറയുകയാണെങ്കിൽ കാട്ടുതീ കത്തിച്ച് അതിനകത്ത് ഞാൻ ഇടും. അതുകൊണ്ട് എന്നെ കൊണ്ട് അതൊന്നും ചെയ്യിക്കരുത്. ഞാൻ എൻ്റെ പാട് നോക്കി പോവാണ്. സോ അത്രയേ ഉള്ളൂ. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം വേറൊന്നും പറയാനില്ല.